ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബയോ ഫെർട്ടിലൈസേഴ്സ്. നിങ്ങൾക്കറിയാം, രാസവളങ്ങളും ജൈവവളങ്ങളും മണ്ണിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു. ഇതുകൂടാതെ ഉപയോഗിക്കാവുന്ന മറ്റൊരു വിഭാഗം വളങ്ങളാണ് ബയോ ഫെർട്ടിലൈസേഴ്സ് അഥവാ ജീവാണുവളങ്ങൾ. എന്താണ് ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ടേമിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. Biofertilizers are microorganisms which add, conserve or mobilize plant nutrients in soil. മണ്ണിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഉള്ള ന്യൂട്രിയൻസിനെ സംരക്ഷിക്കുകയും ന്യൂട്രിയൻസിനെ ചെടികൾക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള ഫെർട്ടിലൈസേഴ്സിൽ നിന്നും ഓർഗാനിക് മാനുവൽസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനുള്ള മൈക്രോ ഓർഗാനിസംസ് തന്നെ ആണ്. ഇത് മണ്ണിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ ആഡ് ചെയ്യുകയും കൺസർവ് ചെയ്യുകയും അതുപോലെ തന്നെ മൊബിലൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആവുമ്പോൾ പ്ലാന്റ്സിന് മണ്ണിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെ കൂടുതലായിട്ട് അവൈലബിൾ ആവുന്നു. അങ്ങനെ ചെടികൾ നല്ല കരുത്തോടുകൂടി വളരുന്നു. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് നോക്കാം. ബയോ ഫെർട്ടിലൈസേഴ്സിനെ ബ്രോഡായിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ വിഭാഗമാണ് നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസർ, രണ്ടാമത്തെ വിഭാഗമാണ് ഫോസ്ഫേറ്റ് മൊബിലൈസിംഗ് ബയോ ഫെർട്ടിലൈസർ. അപ്പോൾ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും, ഒന്നാമത്തെ വിഭാഗം നൈട്രജൻ്റെ അവൈലബിലിറ്റി പ്ലാന്റ്സിന് കൂടുതലായിട്ട് ലഭ്യമാക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം ഫോസ്ഫറസ് ചെടികൾക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആക്കുന്നു. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷനാണ്, നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസർ എന്നും ഫോസ്ഫേറ്റ് മൊബിലൈസിംഗ് ബയോ ഫെർട്ടിലൈസർ എന്നും. ഈ നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസേഴ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസർ ഫോർ ലെഗ്യൂംസ് ആൻഡ് നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസർ ഫോർ സിറിയൽസ്. നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസർ ഫോർ ലെഗ്യൂംസിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസർ ഫോർ സീരിയൽസിന് എക്സാമ്പിൾസ് ആണ് അസോസ്പൈറിലം, അസോട്ടോബാക്ടർ. ഇത് രണ്ടും ബാക്ടീരിയയാണ്. അസോള എന്ന് പറയുന്നത് ഒരു ഫേൺ ആണ്. മറ്റൊരു ബ്ലൂ ഗ്രീൻ ആൽഗെ വിഭാഗത്തിൽ, സൈനോബാക്ടീരിയ വിഭാഗത്തിൽ വരുന്ന ഒരു ഓർഗാനിസമാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഈ 4 ബയോ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ. ഇത് നൈട്രജനെ ചെടികൾക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസർ ഫോർ ലെഗ്യൂംസ് ആയിട്ടുള്ള റൈസോബിയവും ലെഗ്യൂം പ്ലാന്റ്സിന് പയർ ചെടിയുടെ ഒക്കെ വേരുകളുമായിട്ട് സിംബയോസിസ് ഉള്ള ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. റൈസോബിയം ചെടികൾക്ക് പ്രത്യേകിച്ചും ലെഗ്യൂമിനസ് പ്ലാന്റ്സിന് നൈട്രജനെ കൂടുതലായിട്ട് അവൈലബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ വിഭാഗം ബയോ ഫെർട്ടിലൈസർ ആണ് ഫോസ്ഫേറ്റ് മൊബിലൈസിംഗ് ബയോ ഫെർട്ടിലൈസർ. ഫോസ്ഫേറ്റ് മൊബിലൈസിംഗ് ബയോ ഫെർട്ടിലൈസറിനെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം. ഫോസ്ഫേറ്റ് സോളിബിലൈസർ, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫറസിനെ അലിയിച്ച് ചെടികൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്ന വിഭാഗമാണ് ഫോസ്ഫേറ്റ് സോളിബിലൈസേഴ്സ്. അതിൽ വരുന്നത് ബാസിലസ് ഒരു ബാക്ടീരിയയാണ്, സ്യൂഡോമോണാസ് മറ്റൊരു ബാക്ടീരിയയാണ്, ആസ്പെർജില്ലസ് ഒരു ഫംഗസ് ആണ്. ഫോസ്ഫേറ്റ് അബ്സോർബേഴ്സ്, മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫറസിനെ ചെടികൾക്ക് ലഭ്യമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൈക്കോറൈസയാണ് വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ് റൂട്ട്സുമായിട്ട് അസോസിയേഷൻ ഉള്ള ഒരു ഫംഗസ് ആണ് വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. അപ്പോൾ രണ്ട് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്, നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസർ ആൻഡ് ഫോസ്ഫേറ്റ് മൊബിലൈസിംഗ് ബയോ ഫെർട്ടിലൈസർ. ഇനി നമുക്ക് ഓരോ ബയോ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നൈട്രജൻ ഫിക്സിംഗ് ബയോ ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ ആണ് റൈസോബിയം. റൈസോബിയം ഞാൻ നേരത്തെ പറഞ്ഞു, റൈസോബിയം ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയയ്ക്ക്
ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ പയറ് വർഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ട്സുമായിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് സിംബയോസിസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ സിംബയോസിസ് കാണിക്കുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. നമുക്ക് കാണാം ഈ പിക്ചറിൽ കാണുന്നത് ഒരു ലെഗ്യൂമിനസ് പ്ലാന്റിൻ്റെ റൂട്ട് സിസ്റ്റമാണ്. ആ റൂട്ട്സിൽ ഒരുപാട് നൊഡ്യൂൾസ് നമുക്ക് കാണാം, മുഴകൾ പോലെ കാണാം. ഈ നൊഡ്യൂൾസിനകത്ത് ഒരുപാട് റൈസോബിയം ബാക്ടീരിയ ഉണ്ടാവും. ഈ ബാക്ടീരിയ നൈട്രജൻ ഫിക്സിങ്ങിനായിട്ട് ആരെ സഹായിക്കും? പയറുവർഗത്തിൽപ്പെട്ട പ്ലാന്റ്സിനെ സഹായിക്കും. അപ്പോൾ റൈസോബിയം ഈസ് എ സിംബയോട്ടിക് ബാക്ടീരിയ വിച്ച് ഫിക്സസ് നൈട്രജൻ ഇൻ അസോസിയേഷൻ വിത്ത് ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ഇറ്റ് ഫിക്സസ് 50 കിലോഗ്രാം നൈട്രജൻ പെർ ഹെക്ടർ. ഒരു ഹെക്ടറിൽ 50 കിലോഗ്രാം നൈട്രജൻ എന്ന തോതിൽ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. റൈസോബിയം ഇൻഡ്യൂസസ് സ്റ്റെം ആൻഡ് റൂട്ട് നോഡുലേഷൻ ഇൻ പൾസസ്, oil seeds and leguminous green manures. It brings down nitrogen requirement in legumes. ഇങ്ങനെ സിംബയോട്ടിക് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് മണ്ണിലുള്ള നൈട്രജനെ ചെടികൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യേണ്ട അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇറ്റ് ഈസ് അവൈലബിൾ ആസ് കാരിയർ ബേസ്ഡ് ഇനോക്കുലം. ടാൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഇനോക്കുലം ആയിട്ടാണ് നമുക്ക് റൈസോബിയം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുക. ഇറ്റ്സ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് സീഡ് ട്രീറ്റ്മെൻറ്റ്. വിത്തിൽ പുരട്ടിയാണ് നമ്മൾ റൈസോബിയം ഉപയോഗിക്കുക. രണ്ടാമത് ഉപയോഗിക്കുന്ന ഒരു നൈട്രജൻ ഫിക്സിംഗ് ബയോഫെർട്ടിലൈസർ ആണ് അസോട്ടോബാക്ടർ. അസോട്ടോബാക്ടർ എന്ന് പറയുന്നത് നമ്മൾ റൈസോബിയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ഫ്രീ ലിവിങ് ബാക്ടീരിയ. മണ്ണിൽ ജീവിക്കുന്ന ഒരു ഫ്രീ ലിവിങ് ബാക്ടീരിയയാണ് അസോട്ടോബാക്ടർ. അസോട്ടോബാക്ടറിന് 15 to 20 കിലോഗ്രാം നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു ഹെക്ടറിന് 15 തൊട്ട് 20 കിലോഗ്രാം വരെ നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവ് അസോട്ടോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് ഉണ്ട്. It is suitable for upland crops like vegetables, tapioca, plantation and orchard crops. Leguminous പ്ലാന്റ്സിലാണ് നമ്മൾ റൈസോബിയം ഉപയോഗിച്ചിരുന്നതെങ്കിൽ അസോട്ടോബാക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്ലാന്റ് ക്രോപ്സിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ആസ് കാരിയർ ബേസ്ഡ് ഇനോക്കുലം. ഈ പാക്കറ്റ് കണ്ടില്ലേ, ഈ പാക്കറ്റിൽ നമുക്ക് അസോട്ടോബാക്ടർ അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറായിട്ട് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ മൈക്രോബയോളജിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഏജൻസീസിൽ നിന്നും ഒക്കെ നമുക്കിത് വാങ്ങാൻ കഴിയും. മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ സീഡ് ട്രീറ്റ്മെൻറ്റ്, സീഡ്ലിംഗ് ഡിപ്പ്, സോയിൽ ആപ്ലിക്കേഷൻ. സീഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വിത്തിൽ പുരട്ടി ഉപയോഗിക്കാം. സീഡ്ലിംഗ് ഡിപ്പ് എന്ന് പറയുമ്പോൾ വേര് പടലം ഈ അസോട്ടോബാക്ടറിൻ്റെ സൊല്യൂഷനിൽ മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ വെച്ച് നടീലിന് മുമ്പ് വെച്ച് നടുന്ന രീതിക്കാണ് സീഡ്ലിംഗ് ഡിപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു മെത്തേഡാണ് സോയിൽ ആപ്ലിക്കേഷൻ. മണ്ണിൽ നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഓർഗാനിക് മാനുവേഴ്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അസോട്ടോബാക്ടറിൻ്റെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷനാണ് സീഡ് ട്രീറ്റ്മെൻറ്റ്, സീഡ്ലിംഗ് ഡിപ്പ് ആൻഡ് സോയിൽ ആപ്ലിക്കേഷൻ. ഇനി മറ്റൊരു നൈട്രജൻ ഫിക്സിംഗ് ബയോഫെർട്ടിലൈസർ ആണ് അസോസ്പൈറില്ലം. അസോസ്പൈറില്ലം ഒരു ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. ഇത് 20 തൊട്ട് 25 കിലോഗ്രാം നൈട്രജൻ വരെ ഒരു ഹെക്ടറിൽ അവൈലബിൾ ആക്കുന്നു. It is suitable for upland and wetland crops. Azotobacter upland cropsനാണ് suitable ആയിരുന്നത്. അസോസ്പൈറില്ലം നമുക്ക് upland cropsലും wetland cropsലും ഉപയോഗിക്കാം. ഇത് നൈട്രജൻ ഫിക്സേഷന് പുറമെ ഇറ്റ് ഇൻഡ്യൂസസ് റൂട്ട് ഫോർമേഷൻ ഇൻ ഇനോക്കുലേറ്റഡ് പ്ലാന്റ്സ്. ഇനോക്കുലേറ്റ് ചെയ്ത പ്ലാന്റ്സിൽ റൂട്ട് ഫോർമേഷൻ, വേരുകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും അസോസ്പൈറില്ലം ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ റൂട്ട് ഇൻഡക്ഷൻ ഇൻ പോളിബാഗ് പ്ലാന്റ്സ്, ഓർച്ചാർഡ് പ്ലാന്റ്സ് ആൻഡ് വെജിറ്റബിൾസ്. പോളിബാഗിൽ വളർത്തുന്ന ചെടികളിൽ, ഓർച്ചാർഡിൽ, അതായത്
ഫലവൃക്ഷ തോട്ടങ്ങളിൽ അതുപോലെ തന്നെ പച്ചക്കറികളിലൊക്കെ റൂട്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് അസോസ്പൈറില്ലം. അതുകൊണ്ട് തന്നെ വേര് പിടിപ്പിക്കുന്നതിനായിട്ട്, വേരിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനൊക്കെ ആയിട്ട് അസോസ്പൈറില്ലം യൂസ് ചെയ്യാറുണ്ട്. അവൈലബിൾ ആസ് കാരിയർ ബേസ്ഡ് ഇനോക്കുലം. നമ്മൾ റൈസോബിയവും അതുപോലെ തന്നെ അസോട്ടോബാക്ടറും ഒക്കെ വാങ്ങാൻ കിട്ടുന്നത് പോലെ പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് അസോസ്പൈറില്ലം വാങ്ങാൻ കിട്ടും. മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ: സീഡ് ട്രീറ്റ്മെൻറ്റ്, സീഡ്ലിംഗ് ഡിപ്പ് ആൻഡ് സോയിൽ ആപ്ലിക്കേഷൻ. സീഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൽ പുരട്ടി ഉപയോഗിക്കാം. സീഡ്ലിംഗ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു വേരുപടലം ഇതിൻ്റെ ഒരു സൊല്യൂഷനിൽ, അസോസ്പൈറില്ലത്തിൻ്റെ സൊല്യൂഷനിൽ മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ ചെടികൾ വെച്ചതിന് ശേഷം പിന്നീട് മാറ്റി നടുന്ന രീതിക്കാണ് സീഡ്ലിംഗ് ഡിപ്പ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സോയിൽ ആപ്ലിക്കേഷൻ. ഓർഗാനിക് മാനുവറുമായിട്ട് മിക്സ് ചെയ്ത ശേഷം മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന രീതിയാണ് സോയിൽ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് നൈട്രജൻ ഫിക്സിംഗ് ബയോഫെർട്ടിലൈസർ ആണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇത് സൈനോബാക്ടീരിയ വിഭാഗത്തിൽ പെടുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ഇറ്റ് ഫിക്സസ് 25 to 30 കിലോഗ്രാം നൈട്രജൻ പെർ ഹെക്ടർ. ഒരു ഹെക്ടറിന് 25 തൊട്ട് 30 കിലോഗ്രാം വരെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇറ്റ് ഈസ് also available as carrier based inoculum. Method of application is broadcasting 10 kilogram per hectare എന്ന തോതിൽ ഇത് വെതറി കൊടുക്കുകയാണ് ചെയ്യുക. മണ്ണിൽ വെതറി കൊടുക്കാം. നൈട്രജൻ ഫിക്സിംഗ് ബയോഫെർട്ടിലൈസറിൽ വരുന്ന ഫേൺ വിഭാഗത്തിൽ പെടുന്ന ഒരു ഓർഗാനിസമാണ് അസോള. അസോള ഈസ് എ ഫ്രീ ലിവിങ് ഫേൺ. ഇത് നെൽപ്പാടത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഫേൺ ആണ് അസോള. അസോളയ്ക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ബ്ലൂ ഗ്രീൻ ആൽഗയുമായിട്ട് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ട്. അതായത് ബ്ലൂ ഗ്രീൻ ആൽഗെ ജീവിക്കുന്നത് അസോളയുടെ ലീഫിന് ഇടയിലുള്ള ലോബ്സിലാണ്, വിടവുകളിലാണ് ഏത് ജീവിക്കുന്നത്, ബ്ലൂ ഗ്രീൻ ആൽഗെ ജീവിക്കുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ ഇതിന് പകരമായിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കും. നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന തോത് എന്ന് പറയുന്നത് 25 to 30 കിലോഗ്രാം നൈട്രജൻ പെർ ഹെക്ടർ ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെറ്റ്ലാൻഡ് റൈസ് കൾട്ടിവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു നെൽപ്പാടങ്ങളിലാണ് അസോള കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ റൈസ് കൾട്ടിവേഷനിൽ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് നമുക്ക് ആ പാടത്ത് അസോള കൃഷി ചെയ്യുന്നത് സഹായിക്കും. മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ: സോയിൽ ആപ്ലിക്കേഷൻ ഡ്യൂറിങ് പ്ലോവിങ്. അതായത് മണ്ണ് ഉഴുന്ന സമയത്ത്, മണ്ണ് ഒരുക്കുന്ന സമയത്ത് മണ്ണിൽ അസോള ഇട്ടു കൊടുക്കുകയാണ് ഇതിൻ്റെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് ഫോസ്ഫേറ്റ് മൊബിലൈസിംഗ് ബയോഫെർട്ടിലൈസേഴ്സ് ആണ്. ഫോസ്ഫറസിനെ ചെടികൾക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബയോഫെർട്ടിലൈസേഴ്സ്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് ഫോസ്ഫേറ്റ് സോളിബിലൈസേഴ്സ്. മണ്ണിലടങ്ങിയിട്ടുള്ള അൺഅവൈലബിൾ ആയിട്ടുള്ള ഫോസ്ഫറസിനെ ചെടികൾക്ക് അവൈലബിൾ ഫോമിലാക്കി കൊടുക്കുന്ന ബാക്ടീരിയയും ഫംഗസും ഫോസ്ഫേറ്റ് സോളിബിലൈസേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടും. ഇതിന് എക്സാമ്പിൾ ആണ് ആസ്പെർജില്ലസ് പെൻസിലിയം എന്ന് പറയുന്ന ഫംഗസുകളും ബാസിലസ് സ്യൂഡോമോണാസ് തുടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളും മണ്ണിലടങ്ങിയിട്ടുള്ള ഫോസ്ഫറസിനെ പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റി കൊടുക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ആസ് കാരിയർ ബേസ്ഡ് ഇനോക്കുലം. നമുക്ക് ഇത് അടങ്ങിയിട്ടുള്ള പാക്കറ്റുകൾ വാങ്ങാൻ കിട്ടും. It enables efficient utilization of cheaper phosphatic fertilizers like rock phosphate. Rock phosphate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില കുറവുള്ള ഫോസ്ഫറസ് ഫെർട്ടിലൈസർ ആണ്. ഈ റോക്ക് ഫോസ്ഫേറ്റ് നമുക്ക് ഓർഗാനിക് ഫാമിങ്ങിലും ഉപയോഗിക്കാൻ അനുമതിയുള്ള ഒരു ഫെർട്ടിലൈസർ ആണ്. അപ്പോൾ റോക്ക് ഫോസ്ഫേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ചെടികൾക്ക് ലഭ്യമാവാൻ കുറച്ച് താമസം ഉണ്ടാവും. കാരണം ഇത് ചെടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഫോസ്ഫറസ് സോളിബിലൈസിംഗ് ബാക്ടീരിയയും ഫംഗസും ഹെൽപ്പ് ചെയ്യും. മെത്തഡ് ഓഫ് ആപ്ലിക്കേഷൻ:
സീഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് സോയിൽ ആപ്ലിക്കേഷൻ. സീഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൽ പുരട്ടി ഉപയോഗിക്കാം. സോയിൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളങ്ങളുമായിട്ട് ചേർത്തിട്ട് മണ്ണിൽ ഇട്ട് കൊടുക്കാം. ഫോസ്ഫേറ്റ് മൊബിലൈസിംഗ് ബയോഫെർട്ടിലൈസേഴ്സിൽ അടുത്ത വിഭാഗമാണ് ഫോസ്ഫേറ്റ് അബ്സോർബേഴ്സ്. അതായത് മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫറസിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെടികളെ സഹായിക്കുന്ന ഓർഗാനിസം. അതിന് എക്സാമ്പിളാണ് വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസൽ ഫംജി ഓർ ആർബസ്കുലാർ മൈക്കോറൈസൽ ഫംജി. ഇത് സാധാരണയായിട്ട് അപ്ലാന്റ് ക്രോപ്സിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇറ്റ് ഇൻക്രീസ് അപ്ടേക്ക് ഓഫ് ഫോസ്ഫറസ് ബൈ ഇനോക്കുലേറ്റഡ് പ്ലാന്റ്സ്. ഇനോക്കുലേറ്റഡ് പ്ലാന്റ്സിന് ഫോസ്ഫറസ് വലിച്ചെടുക്കാനുള്ള കഴിവ് കൂട്ടും. കൂടാതെ നൈട്രജൻ, പൊട്ടാസ്യം, വാട്ടർ, അതുപോലെ ചില മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ പ്ലാന്റ്സിന് കൂടുതൽ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ ഹെൽപ്പ് ചെയ്യും. It is available as granular inoculum with infected roots, mycorrhizal spores and soil. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഈ മൈക്കോറൈസൽ ഫംഗിനെ വെച്ച് ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള റൂട്ട്സ്, മൈക്കോറൈസയുടെ സ്പോറ്, മണ്ണ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതമായിട്ടാണ് വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുക. ഇതിൻ്റെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോയിൽ ആപ്ലിക്കേഷൻ ആണ്. ജൈവവളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും മൈക്കോറൈസ. ഇതിൽ നോക്കൂ, യെല്ലോ കളറിൽ കാണുന്നത് പ്ലാന്റിൻ്റെ റൂട്ട്സ് ആണ്, വൈറ്റ് കളറിൽ കാണുന്നത് ഫംഗസിൻ്റെ മൈസീലിയൽ ഗ്രോത്ത് ആണ്. അപ്പോൾ വേരുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് ഈ മൈക്കോറൈസൽ ഫംഗസിൻ്റെ മൈസീലിയൽ ഗ്രോത്ത് എത്തിച്ചേരുകയും അത് മണ്ണിൽ നിന്ന് ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാസ്യം, വാട്ടർ, മൈക്രോന്യൂട്രിയൻസ് എല്ലാം റൂട്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് വളരെയധികം നന്നായി വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബയോ ഫെർട്ടിലൈസർ ആണ് വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. നമ്മൾ നൈട്രജൻ അവൈലബിൾ ആക്കുന്ന ബയോ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ ഫോസ്ഫറസ് അവൈലബിൾ ആക്കുന്ന ബയോ ഫെർട്ടിലൈസേഴ്സും പറഞ്ഞു. മറ്റൊരു വിഭാഗമാണ് പൊട്ടാസ്യം സോളിബിലൈസേഴ്സ്. പ്രധാനപ്പെട്ട പ്രൈമറി ന്യൂട്രിയൻസ് ആണ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. അതിൽ പൊട്ടാസ്യം സോളിബിലൈസേഴ്സ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഫ്രെച്ചൂറിയ ഒറാൻഷ്യ എന്ന് പറയുന്ന ബാക്ടീരിയ. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മണ്ണിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യത്തിനെ ചെടികൾക്ക് അവൈലബിൾ ആയ ഫോമിലേക്ക് മാറ്റി കൊടുക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ഫ്രെച്ചൂറിയ ഒറാൻഷ്യ. ഇനി ബയോഫെർട്ടിലൈസറിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ. ഇത് ബാക്ടീരിയകളുടെ ഒരു കൺസോർഷ്യമാണ്, ഒരു കൂട്ടം ആണ്. നമുക്ക് ഇത് PGPR മിക്സ് 1 എന്ന പേരിലും PGPR മിക്സ് 2 എന്ന പേരിലും അവൈലബിൾ ആണ്. PGPR മിക്സ് 1 ബയോ ഫെർട്ടിലൈസർ ആയിട്ടും PGPR മിക്സ് 2 നമ്മൾ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ PGPR മിക്സ് 1 എന്ന് പറയുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ചെടികൾക്ക് അവൈലബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയകളുടെ ഒരു കൺസോർഷ്യം ആണ്. മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ സീഡ് ട്രീറ്റ്മെൻറ്റ്, വിത്തിൽ പുരട്ടി ഉപയോഗിക്കാം. സീഡ്ലിംഗ് ഡിപ്പ്, വേരുകൾ മുക്കി വെച്ച ശേഷം ഉപയോഗിക്കാം. സോയിൽ ആപ്ലിക്കേഷൻ, ജൈവവളവുമായിട്ട് മിക്സ് ചെയ്ത ശേഷം മണ്ണിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വിഭാഗമാണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ. ഇനി മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ നോക്കാം. ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ. ഒന്നാമത്തെ മെത്തേഡാണ് സീഡ് ട്രീറ്റ്മെൻറ്റ്, വിത്തിൽ പുരട്ടി ഉപയോഗിക്കാം. വിത്തിൽ പുരട്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ബയോ ഫെർട്ടിലൈസേഴ്സ് 500 ഗ്രാം ബയോ ഫെർട്ടിലൈസർ നമുക്ക് ഇനോക്കുലമായിട്ടാണ് കിട്ടുക. 500 ഗ്രാം ബയോ ഫെർട്ടിലൈസർ 1.25 ലിറ്റർ വെള്ളവുമായിട്ട് ആദ്യം മിക്സ് ചെയ്യുക. ഇതിന് സ്റ്റിക്നെസ്, അത് സീഡുമായിട്ട് വിത്തുമായിട്ട് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ സ്റ്റിക്നെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 10% ജാഗറി
ശർക്കര 10% ശർക്കര വെള്ളം അല്ലെങ്കിൽ 5% ഷുഗർ സൊല്യൂഷൻ പഞ്ചസാര കലക്കിയ ലായനി അല്ലെങ്കിൽ 40% റൈസ് ഗ്രുവൽ വാട്ടർ കഞ്ഞിവെള്ളം 40% വീര്യമുള്ള കഞ്ഞിവെള്ളം നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം? ഇതിൻ്റെ സ്റ്റിക്നെസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഈ ബയോ ഫെർട്ടിലൈസറിൻ്റെ ഇനോക്കുലം സീഡ് സർഫസുമായിട്ട് നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളമോ ശർക്കര പാനിയോ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയോ ഉപയോഗിക്കാം. സീഡ് ഈസ് മിക്സ്ഡ് വിത്ത് ദിസ് സ്ലറി. ഇങ്ങനെ നമ്മൾ ബയോഫെർട്ടിലൈസറും അതുപോലെ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ആയി ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ലറിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ശേഷം ഈ സീഡ്സ് ഒരു ചണച്ചാക്കിന് മുകളിൽ നന്നായി നിരത്തിയിട്ട ശേഷം തണലത്ത് ഉണക്കാം. വെയിലത്ത് ഉണക്കരുത്, കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ജീവനുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ്. മൈക്രോ ഓർഗാനിസംസ് ചത്തുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇത് തണലത്ത് ഉണക്കണം. തണലത്ത് ഉണക്കിയ വിത്തുകൾ പെട്ടെന്ന് തന്നെ നനവുള്ള മണ്ണിൽ പാകി മുളപ്പിക്കാം. അതിന് എക്സാമ്പിളാണ് നമ്മൾ സീഡ് ട്രീറ്റ്മെൻറ്റ് വഴി ഉപയോഗിക്കുന്ന ബയോഫെർട്ടിലൈസേഴ്സ് ആണ് റൈസോബിയം, അസോസ്പൈറിലം ആൻഡ് അസോട്ടോബാക്ടർ. സീഡ്ലിംഗ് ഡിപ്പ് രണ്ടാമത്തെ മെത്തേഡാണ് സീഡ്ലിംഗ് ഡിപ്പ്. 500 ഗ്രാം ഇനോക്കുലം 500 ഗ്രാം ബയോഫെർട്ടിലൈസർ 2.5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു സ്ലറി ഉണ്ടാക്കാം. ആ സ്ലറിയിൽ ഈ വേരുകൾ, നമ്മൾ ഏത് ചെടിയുടെ വേരുകളാണോ അല്ലെ ഏത് ചെടിയാണോ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ഉദ്ദേശിക്കുന്നത് ആ ചെടിയുടെ വേരുകൾ ഈ വെള്ളത്തിൽ സ്ലറിയിൽ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ മുക്കി വയ്ക്കുക. 20 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം ഇതിനെ മെയിൻ ഫീൽഡിലേക്ക് നടാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ബയോഫെർട്ടിലൈസറിന് എക്സാമ്പിളാണ് അസോസ്പൈറിലം ആൻഡ് അസോട്ടോബാക്ടർ. അടുത്ത മെത്തേഡാണ് സോയിൽ ആപ്ലിക്കേഷൻ. മണ്ണിൽ വിതച്ചു കൊടുക്കുക. അതിന് പകരമായിട്ട് നമുക്ക് മണ്ണല്ല ജൈവവളവും ഈ ബയോഫെർട്ടിലൈസറും കൂടി മിക്സ് ചെയ്യുക. അതായത് 1 കിലോഗ്രാം ജീവാണുവളം 25 കിലോഗ്രാം ജൈവവളവുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ താഴെ പറയുന്ന റേറ്റിൽ, അതായത് 6 മാസം പ്രായമായ ചെടികൾക്ക് 1 തൊട്ട് 2 കിലോഗ്രാം പെർ ഹെക്ടർ എന്ന തോതിലും 6 മാസത്തിൽ കൂടുതൽ ഡ്യൂറേഷനുള്ള അതിനേക്കാളും കൂടുതൽ കാലം വളരുന്ന ചെടികൾക്ക് 2 to 4 കിലോഗ്രാം പെർ ഹെക്ടർ എന്ന തോതിലും പെരനിയൽ ക്രോപ്സ്, അതായത് ഒന്നിൽ കൂടുതൽ വർഷം ജീവിക്കുന്ന ചെടികൾക്ക് 10 to 25 ഗ്രാം പെർ പ്ലാന്റ് എന്ന തോതിലും മറ്റ് വർഷങ്ങളിൽ, അതായത് ഒന്നാമത്തെ വർഷം നമ്മൾ 10 to 25 ഗ്രാം പെർ പ്ലാന്റ് എന്ന തോതിൽ അപ്ലൈ ചെയ്യുക. പിന്നീട് വരുന്ന വർഷങ്ങളിൽ 2-3 വർഷങ്ങളിൽ 25 തൊട്ട് 50 ഗ്രാം എന്ന തോതിൽ റൂട്ട് സോണിൽ, ഒരു ചെടിക്ക് 25 തൊട്ട് 50 ഗ്രാം എന്ന തോതിൽ റൂട്ട് സോണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ എക്സാമ്പിൾസ് ആണ് വാം, വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ, അസോസ്പൈറിലം, അസോട്ടോബാക്ടർ ഒക്കെ നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബയോഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി ബയോഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യൂസ് അഡക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഓർഗാനിക് മാനുവർ. നമ്മൾ ബയോഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പം അതിന് ജീവിക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള ജൈവാംശം മണ്ണിൽ ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം, ലൈമിംഗ് ഈസ് എസെൻഷ്യൽ. pH 6ന്റെ മുകളിലായിരിക്കണം. pH 6ന്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി അസിഡിക് സോയിലിൽ നമുക്ക് ബയോഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ബയോഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പേ ലൈം 250 കിലോഗ്രാം പെർ ഹെക്ടർ എന്ന തോതിൽ ലൈം അപ്ലൈ ചെയ്തിട്ട് pHനെ 6ന്റെ മുകളിലേക്ക് കൊണ്ടുവരണം. മറ്റൊരു കാര്യം, ഇറിഗേഷൻ ഈസ് എസെൻഷ്യൽ. നമ്മൾ മുമ്പും പറഞ്ഞു, ജീവാണുവളങ്ങളാണ്, മൈക്രോ ഓർഗാനിസംസ് ആണ്, ജീവനുള്ള വസ്തുക്കളാണ്. അതിന് മണ്ണിൽ നനവുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ സമ്മർ. വേനൽക്കാലത്ത് നന അത്യാവശ്യമാണ്.
അടുത്തത് യൂസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ബിഫോർ എക്സ്പയറി ഡേറ്റ്. അതായത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പാക്കറ്റിൻ്റെ മുകളിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. 3 മാസം വരെയുള്ള ഒരു ഡേറ്റ് ആയിരിക്കും ഉണ്ടാവാം, നിർമ്മിച്ച് 3 മാസം വരെയുള്ള ഒരു ഡേറ്റ്. അതിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കണം, അത് ശ്രദ്ധിക്കുക. ബയോ ഫെർട്ടിലൈസർ വാങ്ങുന്നതിൻ്റെ മുമ്പേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതല്ലല്ലോ എന്ന് ശ്രദ്ധിക്കുക. യൂസ് ബയോ ഫെർട്ടിലൈസർ ആസ് പെർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്ത പാരാമീറ്റേഴ്സ് എല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ടോപ്പ് ഡ്രസ്സിംഗ് വിത്ത് റോക്ക് ഫോസ്ഫേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 25 kg per hectare 10 days after inoculation of blue-green algae will enhance the growth of blue-green algae. Next, the growth of green algae will affect the growth of blue-green algae. Blue-green algae ആണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ആൽഗയുടെ വളർച്ചയുണ്ടെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ വളർച്ച അമർന്ന് പോകും. അതുകൊണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗയിനെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ഗ്രീൻ ആൽഗയുടെ വളർച്ച നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കോപ്പർ സൾഫേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അറ്റ് ദ റേറ്റ് ഓഫ് 4 kg per hectare. In moderately acidic soil around 6.5, root nodulation by rhizobium can be increased. അതായത് റൈസോബിയത്തിൻ്റെ കൊണ്ടുള്ള റൂട്ട് നോഡുലേഷൻ pH 6.5 ഉള്ള സോയിൽസിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ലൈം പെല്ലറ്റിംഗ് നമ്മൾ റൈസോബിയം ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ലൈം പെല്ലറ്റിങ്ങും കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്ലിക്കേഷൻ ഓഫ് റോക്ക് ഫോസ്ഫേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 1 kg per hectare once in 4 days ensure good growth of azolla. അസോളയുടെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് 4 ദിവസം കൂടുമ്പോൾ 1 kg per hectare എന്ന തോതിൽ റോക്ക് ഫോസ്ഫേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. Incorporate azolla into soil before transplanting of rice seedlings. Rice seedlings transplant ചെയ്യുന്നതിൻ്റെ മുമ്പേ അസോള മണ്ണിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മണ്ണിനോട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, മണ്ണിനോട് യോജിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് അസോളയിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെ മണ്ണിലേക്ക് അവൈലബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ബയോ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ, ബയോ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റ്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയുമാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.